ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മട്ടൻ സൂപ്പാണ് കേട്ടോ. മട്ടൻ്റെ തല വെച്ചിട്ടാണ് നമ്മളിന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചും കൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഇതിന്. മാത്രമല്ല നമുക്ക് ഈ ഒരു ഇറച്ചി നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളി മുളകും ഒക്കെ ഇടിച്ചിട്ട് ഒരു കറിയാക്കി കൂടി എടുക്കാനായിട്ട് പറ്റും. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സൂപ്പ് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ആടിൻ്റെ തല നന്നായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കറി ലീവ്സ് ചേർത്ത് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് വെച്ചത് 2 ടേബിൾ സ്പൂണാണ്. വെളുത്തുള്ളി ഇഞ്ചി 1 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒരു 15 എണ്ണെങ്കിലും നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സ്പൈസസ് ഇതേപോലെ ഓൾ സ്പൈസസ് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ബേ ലീവ്സ്, ഒരു ചെറിയ പീസ് കറുകപ്പട്ട, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർത്തതാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്തു, ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഇറച്ചിയുടെ പീസില്ലേ അതിന് ഒരേപോലെ തന്നെ അതിനൊപ്പം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം നമുക്ക്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് വച്ചതിന് ശേഷം ഒരു 10-12 വിസിലൊക്കെ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നന്നായിട്ട് അതിൻ്റെ നെയ്യും സത്തും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ നല്ല അടിപൊളി സൂപ്പും അതുപോലെ പീസസ് എല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള പീസസാണ് തലയുടെ പീസസ്. അപ്പോൾ നല്ല അടിപൊളി സൂപ്പും കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് ഉള്ളിയും മുളകും കൂടി ഇടിച്ചിട്ട് കറി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൂപ്പ് ഇതേപോലെ എടുക്കുകയാണ്. നമുക്കൊരു ചെറിയ അരിപ്പ പാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് സൂപ്പും പീസസും ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും സൂപ്പിൽ 2-3 പീസസെങ്കിലും ഇതേപോലെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. മല്ലിയില വേണ്ടവർക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. കുരുമുളക് പൊടി ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഇതേപോലെ ചപ്പാത്തിക്ക് പറ്റിയ ഒരു കറിയും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട.